വിഷുഫലം വിഷു സംക്രാന്തി കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അത് പണ്ടേയുള്ള കാര്യം തന്നെയാണത്. അപ്പം വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രമായ ഉത്രം അവസാനം, അത്തം, ചിത്തിര ആദ്യം ഇവർക്ക് കണ്ടകശ്ശേരി സമയമാണ്. അവർ മഹാദേവനെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ ചാലീസ് ചൊല്ലുന്നവർക്ക് ഈ ശരിയൊന്നും ഏക്കില്ല. ഹനുമാൻ്റെ മുമ്പിലാണ് ശരി തോറ്റിരിക്കുന്നത്. എപ്പോഴും ഹനുമാൻ ചാലീസ് ചൊല്ലുക. രാമ 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 ജപിക്കുന്നവർക്കും ശ്രീരാമജയം എഴുതുന്നവർക്കും ഇവ ഒന്നും ബാധിക്കുന്നതല്ല. ഇങ്ങനെ മുന്നോട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. പ്രാർത്ഥന മാത്രം പോരാ, താൻ പാതി ദൈവം പാതി. അതായത് നമ്മൾ ജോലി ചെയ്യണം, ജോലി ചെയ്യുന്നതിന് ഫലം കിട്ടുകയും അനാവശ്യ ചെലവുകൾ കുറയാനാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥനാ രീതിയിലേക്ക് പോകേണ്ടത്. അടുത്ത രാശി ചോതി, അതായത് തുലാം രാശിയാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം, ആദ്യം. ചിത്തിര അവസാനം, ചോതി, വിശാഖം, ആദ്യപാദം. ഇവർക്ക് നല്ല കാലമാണ്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാത്ത നല്ല സമയമാണ് തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി തന്നെ അവരും പ്രാർത്ഥനയെ കൂടി അടുത്ത് നിങ്ങൾ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, കാരണം ഇനി ശനി ഇപ്പോൾ വരാൻ പോണത് കണ്ടകശനിയായിട്ട് വരുന്നത് നീചത്തിലേക്ക് ശരിയാണ് വരുന്നത് 2027. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പ്രിക്കോഷനായി ചെയ്താൽ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി വരില്ല. അല്ലാതെ നമ്മൾ അസുഖം വരുമ്പോൾ മരുന്ന് അന്വേഷിക്കരുത്. അസുഖം വരാതെ നമ്മൾ നോക്കുക. അതിനുള്ള പ്രിക്കോഷൻസൊക്കെ നമ്മൾ ചെയ്യുക.